ഇന്ത്യൻ സിനിമയെ വിസ്മയിപ്പിച്ച ആദ്യത്തെ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ സഹസംവിധായകനായിരുന്നു ടി.കെ. രാജീവ് കുമാർ. മൈ ഡിയർ കുട്ടിച്ചാത്തന് ശേഷം ഒരു മമ്മൂട്ടി ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി അരങ്ങേറാനായിരുന്നു രാജീവ് കുമാറിന്റെ പ്ലാൻ. ദൂരദർശന് വേണ്ടി ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത വേനലിന്റെ ഒഴിവ് എന്ന ടെലിഫിലിം നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയിരുന്നു. വേനലിന്റെ ഒഴിവിന്റെ രചയിതാവും നവാഗതനുമായ സാബ് ജോൺ പറഞ്ഞ ഒരു ഹൈടെക് പ്രതികാര കഥ ടി.കെ. രാജീവ് കുമാറിനെ വല്ലാതെ ആകർഷിച്ചു. ബുദ്ധിമാനായ ചാണക്യനെ പോലെ ബുദ്ധി കൊണ്ട് തന്ത്രങ്ങൾ മെനഞ്ഞ് പുതുമയാർന്ന വഴിയിലൂടെ പ്രതികാരം വിട്ടുന്ന ജോൺസൺ എന്ന കഥാനായകൻ മമ്മൂട്ടിക്ക് നന്നായി ചേരുമെന്ന കാര്യത്തിൽ രാജീവ് കുമാറിന് തെല്ലും സംശയമില്ലായിരുന്നു. പക്ഷേ സംശയം മമ്മൂട്ടിക്കായിരുന്നു. സാങ്കേതികത അത്രയൊന്നും പുരോഗമിക്കാത്ത കാലത്ത് മലയാള സിനിമയുടെ അന്നോളമുള്ള നായക സങ്കല്പങ്ങളെ കാറ്റിൽ പറത്താൻ ഒരു പുതുമുഖ സംവിധായകനും രചയിതാവിനും കഴിയുമോ എന്ന് തന്നെയായിരുന്നു മമ്മൂട്ടിയുടെ ആശങ്ക. ആ വർഷം മമ്മൂട്ടി 10ഓളം ചിത്രങ്ങൾക്ക് ഡേറ്റ് കൊടുത്തുപോയ കാര്യം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ടി.കെ. രാജീവ് കുമാറിനോട് മറ്റൊരു കഥയുമായി ഒന്നിക്കാമെന്ന് പറഞ്ഞ് മമ്മൂട്ടി പിൻവലിഞ്ഞത്. പക്ഷേ നിർമ്മാതാവായി നവോദയ അപ്പച്ചൻ എന്ന അധികായൻ കൂടെയുണ്ടെന്ന ധൈര്യമായിരുന്നു മമ്മൂട്ടിയില്ലെങ്കിൽ കമൽഹാസൻ എന്നും പറഞ്ഞ് രാജീവ് കുമാർ ഇറങ്ങിപ്പുറപ്പെട്ടത്. കഥ കേട്ട കമൽഹാസൻ ചില നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് രാജീവ് കുമാറിനോട് സമ്മതം മൂളി. 1989 ചാണക്യൻ എന്ന പേരിൽ കമൽഹാസൻ, തിലകൻ, ജയറാം തുടങ്ങിയവരെ അണിനിരത്തി രാജീവ് കുമാർ ചിത്രം പ്രദർശനത്തിനയച്ചു. ആ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിക്കൊണ്ടായിരുന്നു ചാണക്യൻ മലയാള സിനിമയെ ത്രില്ലടിപ്പിച്ചത്.